ഔദാരിക തുടരുന്നു. അഭയ്ക്ക് തൻ്റെ ആത്മീയ ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുന്നതിനോ അദ്ദേഹത്തെ കൂടെ കൂടെ സന്ദർശിക്കുന്നതിനോ സാധിച്ചിരുന്നില്ല. ഗുരു മഹാരാജ് കൽക്കത്തയിൽ ഉണ്ടെന്നറിഞ്ഞാൽ ഉടനെ കൽക്കത്തയിലേക്ക് ബിസിനസ് സംബന്ധമായ യാത്രകൾ അഭയ് തരപ്പെടുത്തും. അങ്ങനെ അടുത്ത 4 വർഷങ്ങൾക്കിടയിൽ 12 തവണ അഭയ് തൻ്റെ ഗുരുവിനെ സന്ദർശിക്കുകയുണ്ടായി. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി മറ്റുള്ള തത്വശാസ്ത്രങ്ങൾക്കെതിരെ അതികർക്കശമായി തന്നെ വാദിക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തനിച്ചിരിക്കുമ്പോൾ ചെന്നു കാണുവാൻ സ്വന്തം ശിഷ്യന്മാർക്കു പോലും പേടിയായിരുന്നു. എന്നാൽ അഭയ്ക്കാകട്ടെ തൻ്റെ ഗുരുവുമായുള്ള സമ്പർക്കം താരതമ്യേന കുറവായിരുന്നു. എങ്കിൽ പോലും ഭക്തി സിദ്ധാന്ത സരസ്വതി അഭയോട് പ്രത്യേക സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. സന്ദർഭങ്ങളെ പ്രഭുപാദർ പിന്നീട് ഇങ്ങനെ ഓർമ്മിക്കുകയുണ്ടായി. ഞാൻ അല്പം സ്വാതന്ത്ര്യത്തോടെ ഗുരുദേവനോട് സംസാരിക്കുന്നത് കണ്ട് മറ്റു ശിഷ്യന്മാർ എന്നെ ഇങ്ങനെ പരിഹസിക്കും. മാലാഖമാർ പ്രവേശിക്കാത്തിടത്ത് വിഡ്ഢികൾ തള്ളിക്കയറുന്നു. എന്നാൽ ഞാൻ വിചാരിക്കും, ഞാൻ വിഡ്ഢിയാണോ? ശരി, എനിക്ക് ഇങ്ങനെ ഇരിക്കുവാനാണ് ഇഷ്ടം. എൻ്റെ ഗുരുമഹാരാജ് എന്നോട് വളരെയധികം വാത്സല്യം കാട്ടിയിരുന്നു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ 62ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് 1935 ശിഷ്യന്മാരുടെ പരിശ്രമത്തിൽ ബോംബെയിൽ ഒരു സമ്മേളനം നടത്തി. പ്രസ്തുത സമ്മേളനത്തിൽ അഭയ് ഒരു കവിതയും പ്രബന്ധവും അവതരിപ്പിക്കുകയുണ്ടായി. അഭയുടെ രചനകൾക്ക് അന്നു വളരെ നല്ല സ്വീകരണം ലഭിച്ചു. പിന്നീട് അവ ഗൗഡീയ മഠത്തിൻ്റെ പ്രസിദ്ധീകരണമായ ദി ഹാർമണിസ്റ്റ് എന്ന മാസികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. തദവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക സഹോദരിമാരിലൊരാൾ അദ്ദേഹത്തെ കവി എന്നും വിശേഷിപ്പിച്ചു. എന്നാൽ അഭയെ അപേക്ഷിച്ചാകട്ടെ തൻ്റെ ആദ്യത്തെ സാഹിത്യ സൃഷ്ടിക്ക് അംഗീകാരം ലഭിച്ചതായി അദ്ദേഹം കരുതിയത് അത് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ കൈകളിൽ എത്തിയെന്നും അത് വായിച്ച് തൻ്റെ ഗുരുദേവൻ വളരെയധികം സന്തോഷവാനായി എന്നും അറിഞ്ഞപ്പോഴാണ്. പ്രസ്തുത ഇംഗ്ലീഷ് കവിതയിലെ ഒരു പദ്യാംശം ഭക്തി സിദ്ധാന്ത സരസ്വതിയെ വളരെയധികം ആഹ്ലാദിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അതിഥികളെയെല്ലാം അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അബ്സല്യൂട്ട് ഈസ് സെന്റിയന്റ്, തോ ഹാസ്റ്റ് പ്രൊവൈഡ് ഇംപേഴ്സണൽ കലാമിറ്റി, തോ ഹാസ്റ്റ് മൂവ്ഡ്. ഇതിനർത്ഥം സചേതനമാം പരമസത്യമെന്ന് തെളിയിച്ചിടുന്നതും ഭവാൻ, ആപൽക്കരമാം അദ്വൈതത്തെ ഓടിച്ചിടുന്നതും ഭവാൻ. ഈ ഈരടികളിൽ നിന്നും തൻ്റെ ആത്മീയ ഗുരു അദ്വൈതം മുതലായ അവ്യക്തിഗത സിദ്ധാന്തങ്ങൾക്കെതിരെ നടത്തി വരുന്ന തീവ്രമായ പ്രചാരണങ്ങളുടെ സാരം ശിഷ്യനായ അഭയ് വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടുണ്ടെന്നു ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് മനസ്സിലായി. അഭയുടെ ലേഖനവും ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അതും തൻ്റെ അടുത്ത ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ദി ഹാർമണിസ്റ്റിൻ്റെ എഡിറ്ററോട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്ത് എഴുതിയാലും അത് പ്രസിദ്ധപ്പെടുത്തുക. അഭയ്ക്ക് 1935 വൃന്ദാവനത്തിൽ വെച്ച് നടന്ന തൻ്റെ ഗുരുനാഥനുമായുള്ള കൂടിക്കാഴ്ച വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു. അപ്പോഴേക്കും അഭയ് ഒരു ആധികാരിക ശിഷ്യനായി കഴിഞ്ഞിരുന്നു. കൂടാതെ ഒരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ അഭയ് തന്നെ കൊണ്ടാവുന്നത്ര സേവനങ്ങളും അനുഷ്ഠിച്ചു പോന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി അഭയ് അടക്കം കുറേ ശിഷ്യന്മാരുമൊത്ത് പുണ്യതീർത്ഥമായ ശ്രീ രാധാകുണ്ഡത്തിന് സമീപത്തിലൂടെ നടന്നു പോകവെയാണ് അദ്ദേഹം അഭയോട് ഒരു സ്വകാര്യം പറഞ്ഞത്. കുറച്ചു നാളായി തൻ്റെ ചില മുതിർന്ന ശിഷ്യന്മാർ പരസ്പര വൈരത്തിലാണെന്നും അത് തന്നെ വളരെയധികം ദുഃഖിതനാക്കുകയാണെന്നും അദ്ദേഹം അഭയോട് പറഞ്ഞു. കൽക്കത്തയിലെ ഗൗഡീയ മഠത്തിൻ്റെ ആസ്ഥാനത്തുള്ള മുറികളും മറ്റ് സൗകര്യങ്ങളും ആർക്കു സ്വന്തം എന്നതിനെ ചൊല്ലിയായിരുന്നു വാക്കുതർക്കം. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അവരിങ്ങനെ കലഹിക്കുന്ന പക്ഷം അതിന് ശേഷമുള്ള അവസ്ഥ എന്തായിരിക്കും? അഭയ്ക്കാകട്ടെ ഈ കാര്യങ്ങളിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ചും അഭയ്ക്ക് അറിവില്ലായിരുന്നു. തൻ്റെ ആധ്യാത്മിക ഗുരുവിൽ നിന്നും ഈ ദുഃഖപൂർണമായ വാക്കുകൾ കേൾക്കവേ അഭയും ആ ദുഃഖത്തിൽ പങ്കുകൊണ്ടു. ദുഃഖകുലനായി ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി അഭയോട് പറഞ്ഞു, ഇവിടെ അഗ്നികോപം സംഭവിക്കും. ഒരു ദിവസം കൽക്കത്തയിലെ ഗൗഡീയ മഠം അഗ്നിക്കിരയാകും. സ്വാർത്ഥ താല്പര്യങ്ങളാൽ പുകയുന്ന ആ അഗ്നി പടർന്ന് എല്ലാം നശിപ്പിക്കും. ഈ വാക്കുകൾ അഭയ് സശ്രദ്ധം ശ്രവിച്ചു. എന്നാൽ ഇതിനു വേണ്ടി എന്തു ചെയ്യണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി പറഞ്ഞു, ഈ ക്ഷേത്ര സമുച്ചയത്തിലെ ചുവരുകളിൽ പതിച്ചിരിക്കുന്ന മാർബിൾ കല്ലുകളെല്ലാം ഇളക്കിയെടുത്ത് വിറ്റഴിച്ച് കാശുണ്ടാക്കണം. ആ കാശുകൊണ്ട് പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യണം. ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ ഇപ്പറഞ്ഞത് എനിക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് എത്രയോ മഹത്തരമായ കാര്യമാകുമായിരുന്നു. അതിനുശേഷം ഭക്തി സിദ്ധാന്ത സരസ്വതി അഭയോട് പറഞ്ഞു, കുറച്ച് പുസ്തകങ്ങൾ അച്ചടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് എപ്പോഴെങ്കിലും പണം കൈവരാനിടയായാൽ പുസ്തകങ്ങൾ അച്ചടിക്കുക. രാധാകുണ്ഡ തീർത്ഥത്തിനരികിൽ തൻ്റെ ആധ്യാത്മിക ഗുരുവിലൂടെ വന്ന ഈ വാക്കുകൾ
തൻ്റെ ഹൃദയത്തിലേക്ക് പൂർണ്ണ ശക്തിയോടെ പ്രവേശിക്കുന്നതായി അഭയ്ക്ക് തോന്നി. എപ്പോഴെങ്കിലും പണം കിട്ടിയാൽ പുസ്തകങ്ങൾ അച്ചടിക്കുക. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി 1936 ഡിസംബർ മാസത്തിൽ ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹം സമാധിയാവുന്നതിന് 1 മാസം മുമ്പ് അഭയ് ഗുരുദേവന് ഒരു കത്തെഴുതിയിരുന്നു. ഒരു ഗൃഹസ്ഥനായ തനിക്ക് ആധ്യാത്മിക ഗുരുവിനെ പൂർണ്ണമായും സേവിക്കാൻ കഴിയുന്നില്ലെന്ന് അഭയ് ചിന്തിക്കുകയായിരുന്നു. അതിനാൽ തനിക്ക് കൂടുതലായി എന്തു സേവനമാണ് ചെയ്യുവാൻ സാധിക്കുക എന്നുള്ള ചോദ്യമായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. അഭയ് ചോദിച്ചു, എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന പ്രത്യേക സേവനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? 2 ആഴ്ചകൾക്കു ശേഷം അഭയ്ക്കു മറുപടി ലഭിച്ചു. നമ്മുടെ തത്വചിന്തകളും ശാസ്ത്രീയവാദങ്ങളും ഹിന്ദി, ബംഗാളി എന്നീ ഭാഷകൾ അറിയാത്തവർക്കായി ഇംഗ്ലീഷിൽ പറഞ്ഞു മനസ്സിലാക്കുവാൻ വേണ്ട നൈപുണ്യം നിനക്കുണ്ട്. അങ്ങനെ ചെയ്താൽ അത് നിനക്കും നിന്റെ ശ്രോതാക്കൾക്കും വളരെയധികം ഗുണം ചെയ്യും. അത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു നല്ല കൃഷ്ണാവബോധ പ്രചാരകനായി ഉയർന്നു വരുവാൻ നിനക്കു കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ പ്രത്യാശയുണ്ട്. തുടരും. ഹരേ കൃഷ്ണ. ശ്രീ രാധേ.